ഹലോ, ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ ഒരു സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓവനിലും പിന്നെ കുക്കറിലൊക്കെ ഉണ്ടാക്കും പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് എയർ ഫ്രയറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ കേക്ക് ബാറ്റർ നമ്മൾ സാധാരണ റെഡിയാക്കും പോലെ തന്നെ മിക്സിഡ് ജാറിനകത്തിട്ട് 1 കപ്പ് പഞ്ചസാര, അതായത് ഞാൻ ഈ ഒരു കപ്പിലാണ് കേട്ടോ അളന്ന് കാണിക്കുന്നത്. പിന്നെ ഒരു 4 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു ബൗളിൻ്റെ അകത്തോട്ട് ഒരു 3 മുട്ടയാണ് ഞാൻ പൊടിച്ച് വയ്ക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഈ ഒരു ബൗൾ കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റീലിൻ്റെ ബൗളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കേക്ക് ബാറ്ററൊക്കെ മിക്സ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കറിയൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. നല്ല ക്വാളിറ്റിയുള്ള ബൗളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ, വേണ്ടവർ വാങ്ങിച്ചോട്ടോ. ഇതേ ഈ ഒരു പാത്രം കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടയിൽ നന്നായിട്ട് അടിച്ചെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ആ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ല, അതും ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. പിന്നെ അത് പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഗ്രാമ്പിൻ്റെ എന്തെങ്കിലും പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ. ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ആദ്യം പഞ്ചസാര എടുത്തില്ലേ, ആ കപ്പിൽ തന്നെ 2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തിട്ട് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ഞാനൊരു 5 തൊട്ട് 6 സ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാവേ. ഒരു 200 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് പ്രീഹീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാറ്റർ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലത്തെ സിലിക്കൺ മൗൾഡിനകത്താണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു സെറ്റാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഏറ്റവും വലിയ മൗൾഡിനകത്താണ് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ ഒന്ന് മുകളിലിട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് യാതൊരു നിർബന്ധമില്ല, പിന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എയർ ഫ്രയർ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ബാറ്റർ അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇത് ഒരു 175 ഡിഗ്രിയിലോട്ട് ആക്കുവാണ് കേട്ടോ. 175 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് വെച്ചേക്കുന്നത്. ഇനി എയർ ഫ്രയർ സീത്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. പുറത്തുനിന്ന് കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റുമേ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റായി അത് ഓഫായി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കുവാണ്. ഇത് ഉള്ളിൽ വെന്തോന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും വെന്തിട്ടില്ലായിരുന്നു, കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ 180 ഡിഗ്രിയിൽ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടെ എൻഡായി കഴിഞ്ഞപ്പം നമ്മുടെ കേക്ക് ഇതാ കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുണ്ടോ, സ്പൂണിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു സിൽക്കൻ മൗൾഡ് ആയ കാരണം നമുക്ക് ഡിമോൾഡ് ചെയ്യാനും എളുപ്പമുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഡിമോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാവേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ല സ്പോഞ്ച് പോലെയായിട്ട് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഇത് കുക്കറിനകത്തും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.